പത്തനംതിട്ടയിൽ അപ്പർ കുട്ടനാടൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. തിരുവല്ല, നിരണം ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട്. ജില്ലയിൽ ഇടവിട്ട് മഴയും തുടരുന്നുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തുടർച്ചയായി മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളക്കെട്ട് വീണ്ടും രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയില്ലേ? എന്താണ് പത്തനംതിട്ടയിൽ നിന്ന് ലഭിക്കുന്ന, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ ഗോകുൽ? അശ്വതി, രാഖി, പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള, റാന്നി തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്ന മേഖലകളിൽ നിന്നൊക്കെ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞുപോയി. പക്ഷേ ഇപ്പോൾ അപ്പർ കുട്ടനാടൻ ഭാഗങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുകയാണ്. അതായത് അവിടെ നിന്നും ഈ മലയോര മേഖലകളിൽ നിന്നും ഒലിച്ചെത്തുന്ന വെള്ളം ആദ്യം ഈ ഘട്ടത്തിൽ ആറന്മുള മേഖലയിലാണ് വെള്ളക്കെട്ട് തീർക്കുന്നത്. പിന്നീട് അവിടെ നിന്നും ആ വെള്ളം ഒലിച്ചു പോകുന്നത് ചെങ്ങന്നൂർ, പിന്നീട് തിരുവല്ല, നിരണം ഭാഗങ്ങളിലേക്കൊക്കെ തന്നെയാണ്. അതാണ് അപ്പർ കുട്ടനാടൻ മേഖല. ആ മേഖലകളിൽ വെള്ളക്കെട്ട് ഇപ്പോൾ കയറി തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല തോട്ട ഭാഗത്താണ്. ഇവിടെ തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഈ റോഡിലും സമീപ വീടുകളിലും കടകളിലും പറമ്പുകളിലും ഒക്കെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പം കൂടി ദുരിതമാണ് നിരണം ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും ഇപ്പോൾ ഈ മേഖലകളിലാണ് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം പ്രവർത്തിക്കുന്നത്. തിരുവല്ല താലൂക്കിൽ മാത്രം 98 ക്യാമ്പുകളാണ് തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ 98 ക്യാമ്പുകളിലായിട്ട് 7000-ലധികം ആളുകളാണ്, 3000-ഓളം സ്ത്രീകളും 3000-ലധികം തന്നെ പുരുഷന്മാരുമാണ് ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നത്. ഓർക്കുക, ഒരു താലൂക്കിൽ മാത്രമാണ് ഈ 7000-ഓളം ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒപ്പം ജില്ലയിൽ ഇപ്പോൾ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇടവിട്ട് മഴയുണ്ട്. ശക്തമായ മഴയല്ല എങ്കിൽ പോലും മഴ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തോരാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഉണ്ട്. എന്തായാലും ഈ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങുവാനായിട്ട് ഇന്നും കൂടി താമസമുണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് മഴ മാറി നിന്നാൽ മാത്രം അടുത്ത ദിവസങ്ങളിലേക്ക് ആശ്വാസമാകും. അതല്ല ഇന്നും മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമാകും എന്നുള്ളത് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ഇപ്പോഴും ഈ മേഖലയിൽ, അപ്പർ കുട്ടനാടൻ മേഖലയിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഈ സന്നദ്ധ സേനകൾ, അതായത് സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, അതോടൊപ്പം തന്നെ മരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അത്യാവശ്യ സാധനങ്ങളൊക്കെ തന്നെ എത്തിച്ചു നൽകുന്നുണ്ട്. വസ്ത്രമടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങൾ മലയോര മേഖലകളിലായിരുന്നു ജാഗ്രതയെങ്കിൽ ഇക്കുറി അല്ലെങ്കിൽ ഇന്നു മുതൽ അത് അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്ക് ആ ജാഗ്രതാ നിർദ്ദേശം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടത് വന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ടാണ് ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വതി, രാഖി. ശരി, എന്തായാലും ജില്ലാ ഭരണകൂടം പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്നലെയൊക്കെ ഒന്ന് ദൃശ്യങ്ങളിൽ അല്പമൊന്നു ആശ്വാസം എന്ന് പറയുന്നത് മഴ ഒന്ന് ശമിച്ചു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇടുക്കിയിൽ മഴ പെയ്യുകയാണ്, പത്തനംതിട്ടയിൽ മഴ പെയ്യുകയാണ്, ആലപ്പുഴയിൽ മഴ പെയ്യുകയാണ്. അങ്ങനെ ഉടനീളം, സംസ്ഥാനത്തുടനീളം വലിയ രീതിയിൽ മഴ പെയ്യുകയാണ്. അപ്പോഴാണ് നൗകാസ്റ്റിന്റെ റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും 9 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് അല്ലെങ്കിലേ ഉള്ള ദിവസമാണ്. എന്തായാലും എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക. ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും നൽകിയിട്ടുണ്ട്. റെഡ് അലേർട്ട് ഇപ്പോൾ നൗകാസ്റ്റിന്റെ 2 ജില്ലകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം കൊല്ലം അടക്കമുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് 3 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ ഈ 3 മണിക്കൂർ നിർണായകമാണ്. ദയവായി പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. തൽക്കാലം ആ പദ്ധതിയൊക്കെ ഒന്ന് മാറ്റിവെക്കുക. കാരണം മഴയുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം എന്നുള്ളതാണ്.